ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി3 എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റി മെറ്റീരിയൽ വെച്ച് നമുക്ക് എങ്ങനെ ഒരു പൈജാമ പ്ലസ് ടോപ്പ് അടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡബിളായിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നീളം കൂടുതലും നമ്മുടെ വീതി, അതായത് വിടുത്ത് കുറവായിരിക്കും. അപ്പോൾ വിടുത്തിൻ്റെ വിടുത്തിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിപ്പോൾ ടോപ്പ് മുറിച്ചെടുക്കണം. അപ്പോൾ ടോപ്പ് മുറിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റായ ടീഷർട്ടോ ടോപ്പ് ആയാലും കുഴപ്പമില്ല, ടീഷർട്ട് ആയാലും കുഴപ്പമില്ല. അത് നമ്മൾ ഈ ഡബിൾ ഫോൾഡ് ചെയ്ത മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ച് നമ്മളത് കറക്റ്റായിട്ട് അളവ് മുറിച്ച് എടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ മെഷർ ചെയ്ത് അളവെടുത്ത് സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയാത്തവർക്കാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. നമ്മുടെ മുമ്പ് നമ്മൾ തയ്ച്ച ടോപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്ത് ഇതിന് മുകളിൽ വെച്ച് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നെക്ക് റൗണ്ട് നെക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേപോലെ കട്ട് ചെയ്ത് പിന്നീടാണ് ഞാൻ ഫ്രണ്ടും ബാക്കും വേറെ ഇറക്കി എടുത്തത്. അതായത് ഒന്നിച്ച് കട്ട് ചെയ്ത് പിന്നെ അത് ഫ്രണ്ട് കുറച്ച് ഇറക്കി കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിടുത്തിൻ്റെ സെയിം അളവ് തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന നമ്മുടെ മെറ്റീരിയൽ വെച്ച് പൈജാമയും കൂടി നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ പൈജാമ തയ്ച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ നല്ല വിടുത്തായിട്ട് നല്ല പ്ലാസോ മോഡലിൽ പൈജാമ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതല്ല നമ്മളിപ്പോൾ സാധാരണ നൈറ്റ് ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് പൈജാമ വാങ്ങുന്ന സമയത്ത് അത്രയും വിടുത്ത് അതിന് അത്രയും വിടുത്തില്ലാതെ ആയിരിക്കും, ഒന്നിങ്ങനെ നേർത്ത പോലെ ആയിരിക്കും പൈജാമ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വിടുത്തി ഒരു പലാസോ മോഡലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ചെയ്യുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് നീളം കിട്ടണമെന്നില്ല. ആ സമയത്ത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലായിട്ട് കുറച്ച് തുണിയെല്ലാം ബാക്കി വരുന്ന സമയത്ത് അതെടുത്ത് നമ്മൾ മുകളിലെ ഭാഗത്തായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അറിയാം, നമുക്ക് അത് അങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നമ്മൾ അതിനടിയിൽ മാച്ചിങ് തുണിയോ അല്ല, ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്, വെച്ച് നമ്മുടെ കഴുത്തൊന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറും കൂടി യോജിപ്പിച്ച് ചെയ്ത് ഓപ്പണിങ് കൂടി ചെയ്താൽ നമ്മുടെ ടോപ്പ് റെഡിയായി. ഇനി നമ്മുടെ പൈജാമ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുകളിലെ ഭാഗം, അതായത് നമ്മളിപ്പോൾ ഞാൻ ഇലാസ്റ്റിക് വെച്ചാണ് ചെയ്യുന്നത്, ഇലാസ്റ്റിക് വെക്കേണ്ട ആ ഭാഗമാണ് ഞാൻ ആദ്യം റെഡിയാക്കി പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഈ മുറിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ലെങ്ത്തും നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ട അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു മാക്സി മെറ്റീരിയൽ ഒരു തുണി കൊണ്ട് നമുക്ക് നല്ല വെടുത്തുള്ള പാൻറ്റും ടോപ്പും നല്ല ഇറക്കമുള്ള ടോപ്പും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കമൻറ്റ് ചെയ്യാം കേട്ടോ.